എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഫാമിലി റൗണ്ടിലേക്ക് പോവാം. പാടാൻ വരുന്നു ദേവാങ്കി. സോ ലെറ്റ്സ് വെൽക്കം ദേവാങ്കി. മറ്റാരും കാണാതച്ചാരം താ അങ്ങനെ ദേവാങ്കിയുടെയും ഫാമിലിയുടെയും പെർഫോമൻസ് ആണ് നമ്മൾ ഇപ്പൊ കണ്ടത്. ഒരു വലിയ കൈയടി.
ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫേമസ് മൂവി മാന്നാർ മത്തായി സ്പീക്കിംഗിലെ ആ ഒരു വിഷ്വലൊക്കെ നമുക്ക് കാണാൻ പറ്റിയല്ലേ? ശരിക്കും ആ സിനിമയിലുള്ള ആ ഒരു വിഷ്വൽസ് ഒക്കെ കാണാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഒബ്വിയസ്ലി എല്ലാം ക്ലിയർ ആയിരുന്നു. കുറെ കാര്യങ്ങളൊക്കെ ആ സിനിമയിൽ കണ്ട പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് പരിചയപ്പെടാം. ഇത് ദേവാങ്കിയുടെ അമ്മയാണ്. അച്ഛനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നമ്മള് താഴെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, എന്താണ് അച്ഛൻ പേര് പറയേ? ഹരീഷ്. ഓക്കെ, അച്ഛൻ എന്താ ചെയ്യുന്നത്? ഒരു ഫാർമൽ എഞ്ചിനീയർ ആണ്. ഓക്കെ, പരിചയപ്പെടുത്തി ബാക്കിയുള്ളവരൊക്കെ. അതും ഇത് രണ്ടും എന്റെ കസിൻസ്. ഓക്കെ, ആ കസിൻ ചേട്ടന്മാരും പൊളിച്ചു, അടിപൊളിയായിരുന്നു. ഓക്കെ, അമ്മ ഫാമിലി റൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ടെൻഷനായോ? അതെ അതെ, ടെൻഷനായി. അമ്മ ലാസ്റ്റ് വന്ന കാസ്റ്റിംഗ് ആണ് കേട്ടോ. അമ്മ കൊറേ നാള് കുറച്ചാൾ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് വന്നതാ അല്ലേ? എന്താ പെട്ടെന്ന് അമ്മയെ പിടിച്ച് കയറ്റാനുള്ള കാരണം? അമ്മ എന്തായാലും വേണം ഫാമിലി റൗണ്ടിൽ. അച്ഛൻ എന്തോ ഡാൻസ് ഒക്കെ ആയിരുന്നു. അച്ഛൻ അടിപൊളിയായിരുന്നു. എന്നാൽ അച്ഛന്റെ മുണ്ടൂരിന്ന് ശരിയല്ല കേട്ടോ. കിട്ടിയതൊക്കെ എങ്ങനെയാ അച്ഛാ ദേവാങ്കി? എങ്ങനെയാണ് ആള്? ദേവാങ്കി ഇപ്പൊ കളിച്ചില്ല, ഇപ്പൊ കളിച്ചതുപോലെ തന്നെ വീട്ടിലെങ്ങനെ മുണ്ടടിച്ചോണ്ട് പോവോ? വീട്ടില് ബട്ടൺ അല്ല, ഇങ്ങനെ മുണ്ടടിച്ചോണ്ട് പോകാറുണ്ടോ വീട്ടിലൊക്കെ? ഇല്ല. ആവശ്യമായി ഇങ്ങനെ ചെയ്തു. ഇപ്പൊ രാവിലെ ഉറങ്ങിയെടുക്കാൻ കുറച്ച് ലേറ്റായി വിളിച്ചു കഴിഞ്ഞാല് ഈ ഒരു സ്വഭാവം ഉണ്ടാവാം. മുണ്ട് പറിക്കും. അപ്പൊ ഇന്നലെ ട്രൗസർ ഇട്ട് റിസ്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. മക്കള് ചവിട്ടി അങ്ങ് തേച്ച് കേട്ടാ. ചവിട്ടി വീട്ടില് മട്ട രസമായിരുന്നു അവര് ചെയ്തത്. നല്ല കാണാൻ എല്ലാരും അവരവരുടെ പണി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അച്ഛനാണ് ഭീകരമായിട്ട് ചെയ്തത്. അവസാനം ഇത് ഡോക്ടറാണോ? ഈ ഡോക്ടറും നഴ്സും കൂടെ വന്നത് എന്തിനാണ്? നിങ്ങളെ ചികിത്സിക്കാനാണോ? ഞാൻ വരച്ച് നീ നട്ടല്ലേ ഔട്ടി പൊടിച്ചിട്ട് അതിനും ട്രീറ്റ്മെന്റ് വന്നതാണ്. അവസാനം ക്ലോറോഫോം കൊണ്ടുവന്നതൊക്കെ നല്ലതായിരുന്നു. സ്വയം മയങ്ങി അതൊക്കെ രസമായിരുന്നു. ഇവര് നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ജിഷ്ണു ശാന്ത്. ഞാൻ എഞ്ചിനീയറിംഗ് കഴിച്ചിട്ട് ചുമ്മാ കൊറേ ആളുണ്ട്. അടുത്ത ആള് എന്റെ പേര് ഷിഗിൽ. ഞാൻ ഇന്റീരിയർ ഡിസൈനർ ആയിട്ട് ഇപ്പൊ വർക്ക് ചെയ്യാം. ഡോക്ടറോ? ആദിഷ്. ഞാൻ വേൾപൂളിന്റെ സർവീസ് സെന്റർ. ഓക്കെ, ഇനി പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ഓക്കെ, ഷാനിക്ക. ദേവാങ്കി നന്നായിട്ട് പാടി മോളെ. ദേവാങ്കി കൊടുത്ത ആറ്റിറ്റ്യൂഡൊക്കെ കറക്റ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരുടെയും ഒരു ആക്ടും ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഭയങ്കര എന്റർടൈനിങ് സംഭവമായിരുന്നു. പിന്നെ ദേവാങ്കി നിന്റെ ഉള്ളിൽ ഒരു അഭിനേത്രി ഉണ്ട് അല്ലേ? ചെറുതായിട്ടാ. നിങ്ങളുടെ ഡാൻസ് ആണെങ്കിലും ആ വീഴ്ചയാണെങ്കിലും എല്ലാം എന്റർടൈനിങ് ആയിരുന്നു. ദേവാങ്കി പാട്ട് നന്നായിട്ട് പാടി മോളെ. ഈ പാട്ടിന് കൊടുക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡും സംഭവങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു. ശ്രുതി പിന്നെ ഈ പാട്ടിന് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ നിർബന്ധമാണ്, എല്ലാ പാട്ടും പോലെ തന്നെ. പക്ഷെ ഇതിലിപ്പോൾ ചെറിയ പിച്ച് ഔട്ട് വന്നു കഴിഞ്ഞാലും ഈ സോങ്ങിൻ്റെ ഒരു സ്വിങ് അതാണല്ലോ, ഒരു ഓക്കെ എന്നുള്ള ഒരു ഇതിലങ്ങനെ നിൽക്കാം. ബേസിക്കലി ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആയിരുന്നു. ഇതുപോലത്തെ പാട്ടുകൾ അരോചകമാവാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അത് അങ്ങനത്തെ ഒരു ഭാഗത്തേക്കൊന്നും പോയില്ല. ഇപ്പുറത്ത് തന്നെ നിന്നു, ഡീസന്റ് സൈഡിൽ തന്നെ നിന്നു കേട്ടോ. അത്രേ ഉള്ളൂ മോളെ. ഓൾ ദി ബെസ്റ്റ്. മോളെ, കാര്യം ഈ ഒരു പാട്ടിനൊരു സ്വഭാവം ഉണ്ടല്ലോ. എല്ലാ പാട്ടുകൾക്കും അതിന്റെ ഒരു സ്വഭാവമുണ്ട്. അത് മോള് കൃത്യമായിട്ട് ഞങ്ങൾക്ക് തന്നു. നമുക്ക് അത് കേട്ടപ്പോ ഇതാരാ പാടിയെന്നറിയാം? ആരാ? മാൽഗുഡി ശുഭ മാം. അതെല്ലാം കൂടെ ചേർത്ത് കുറെ മോളെ. ശുഭ ഭയങ്കര കുടിയാന്ന് വിചാരിക്കും. മാൽഗുഡി ശുഭ എന്ന് പറയും. അത് പാവമാണ് ശുഭ, മാൽഗുഡി ശുഭ. അപ്പൊ മോള് അത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ചരണത്തിന്റെ എന്റെ മാത്രം കുറച്ച് ടെമ്പോ, അത് കുഴപ്പമില്ല. ഇനി ഐറ്റം നമ്പർ കൊണ്ടുവന്നാൽ നിന്നെ കണ്ടം വഴി ഓടിക്കും. അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, നോ മോർ ഐറ്റം നമ്പേഴ്സ് ഹിയർ. ഓക്കെ, പ്ലീസ് ബി അലേർട്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ശ്രീനി സർ. ദേവാങ്കി കഴിഞ്ഞോണ്ട മറ്റേ ഇതല്ലേ പാടിയത്? മൗനസരോടും ടെൻഷൻ അടിച്ച് പാടിയത്. ഇത് കംപ്ലീറ്റ്ലി ഈ ക്യാരക്ടറിന്റെ അകത്ത് വന്ന് ഈ കലക്കി കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ അവരുടെ അടുത്തൊക്കെ ഭയങ്കര ദേഷ്യം ഉള്ളതൊക്കെ തീർത്തു വന്നു ചവിട്ടി. ഇറ്റ് വാസ് നൈസ്. എനിക്ക് ഫാമിലിനോടാണ്. ഫാമിലി ഇത്രയും സ്പോർട്ടീവായിട്ട് ദേ ആർ ഡൂയിങ് ഇറ്റ് ഫോർ യു നോ. അമേസിങ്. എന്ത് സപ്പോർട്ടാണ്.
ഞാൻ ആലോചിക്കുകയാണ് എൻ്റെ ഫാമിലിയൊക്കെ പണ്ട് ഞാൻ പാട്ട് പാടാൻ പോയ ദേഷ്യമാണ്. അതല്ല, അപ്പൊ അതിന്റെ കൂടെ ഞാൻ അതും കൂടെ പറയാം. ആ, നമ്മൾ ഡയറക്ടർ ടി കെ രാജീവ് കുമാർ, വേണുചേട്ടൻ ഇവരെല്ലാം ഒരുമിച്ച് പഠിച്ച ഏകദേശം. ഓക്കെ. അപ്പൊ രാജീവേട്ടനാണ് ഈ പ്രോഗ്രാം പിടിക്കുന്നത്. അദ്ദേഹം ഒരു കോങ്കോ ട്രിപ്പിൾ കോങ്കോ പ്ലെയർ എന്തോ ആയിരുന്നു. അപ്പൊ പിടിച്ചിട്ട് ഇദ്ദേഹത്തിനെ വിളിക്കണമല്ല പാട്ടുകാരൻ. അപ്പൊ അവിടെ നിന്ന് വീട്ടിൽ വരുമ്പോഴേ വേറെ ആതാണ്ടൊക്കെ പറഞ്ഞിട്ട് ആരാണ്ട് മരിക്കാൻ കിടക്കുന്ന വരുമോ എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം വിടത്തില്ല. വിടത്തില്ല. അത് അങ്ങനെ ഒരു പേടിയായിരുന്നു. ബട്ട് ഇപ്പൊ എല്ലാം കാലം മാറിയല്ലോ. ബട്ട് എന്നാലും ഞാൻ എൻ്റെ മോൾക്ക് നീ അത്രയും കോപ്പറേറ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. അമേസിങ്. ഹാറ്റ്സ് ഓഫ് ടു ദ ഫാമിലി. ദേവാങ്കി കലക്കി കേട്ടെ. എനിക്ക് വലിയ ഇഷ്ടമായി ഈ പാട്ടിന്. പറഞ്ഞ പോലെ ഇത് മെലഡി പോലെ പാടിയാ പോയി കംപ്ലീറ്റ്ലി. അതിന്റെ ആ ക്യാരക്ടറിലേക്ക് പോകണം. ആൻഡ് യു ഡിഡ് ഇറ്റ്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ശ്രീനി സാർ. നമുക്കിനി മാർക്സ് ചോദിക്കാം. ഷാനിക 8.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ശരത് സാർ 8.5 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ശ്രീനി സാർ ഓക്കെ. സോ ടോട്ടൽ 17 മാർക്സ്. അടിപൊളി. താങ്ക് യു. ഓക്കെ, അപ്പൊ താങ്ക് യു ഫാമിലി, അച്ഛ അമ്മ ബ്രദേഴ്സ്. താങ്ക് യു. ഷാനിക്കയുടെ ഫാമിലിയെ കുറിച്ച് ഷാനിക്ക പറ. ഇപ്പം എന്റെ വീട് കോഴിക്കോടാണ്. വീട്ടില് ഡാഡി ഉണ്ട്, മമ്മിയുണ്ട്. ഡാഡിയെ നമ്മൾ കണ്ടു. ഡാഡിയെ നമ്മൾ കണ്ടു. അതെ. പിന്നെ വീട്ടിലെ പുലി എന്ന് പറയുന്നത് ലൈല, ഓക്കെ. എന്റെ മമ്മി. ആ. പിന്നെ എന്റെ സിസ്റ്റർ ഷെറി, ആ. എന്റെ ബ്രദർ ഷഹീർ, ഓക്കെ. ഷെറിയുടെ ഹസ്ബൻഡ് ഖാലിദ്, ഷഹീറിന്റെ വൈഫ് നിഷാന. ഇവർക്കൊക്കെ പേരക്കുട്ടികൾ കുറെ എണ്ണം ഉണ്ട്. അങ്ങനെ ആ കോഴിക്കോട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് അവർ ആക്ച്വലി റയാനെയാണ് കാത്തു നിൽക്കുന്നത്. ഓക്കെ. കാരണം റയാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ആ വീട്ടിലെ ഏറ്റവും മൂത്ത പേരക്കുട്ടിയും. പക്ഷെ ഇപ്പൊ അവിടെ ഇല്ലാത്തൊരു പേരക്കുട്ടി എന്ന് പറയുന്നത് റയാനാണ്. അപ്പൊ ഇവരെല്ലാവരും റയുക്കാക്ക എന്നാ വിളിക്കാം. ഓക്കെ. ഈ റയുക്കാക്ക വരാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യണേ. അവനവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലാണ് അവിടെ. ആ വീട് മുഴുവൻ മീൻസ് അത് അവിടുത്തെ പേരക്കുട്ടികൾക്ക് മാത്രമല്ല, എൻ്റെ ഡാഡി തൊട്ട് അവിടുത്തെ ഏറ്റവും ഇളയ സന്തതികളെ വരെ എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരു ഭയങ്കര സാധനമാണ് ഈ പറയുന്ന റയാൻ ഷാൻ എന്ന് പറയുന്ന ഐറ്റം. അപ്പൊ അതാണ് എൻ്റെ കുടുംബം എന്ന് പറയുന്നത്. എല്ലാവരും പടച്ചോൻ സഹായിച്ച് അവിടെ വീട്ടിലെല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. അത് അങ്ങനെ തന്നെ എന്നും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. യെസ്. ഇപ്പൊ ഷാനിക്ക മ്യൂസിക് റിലേറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലോ. ഫാമിലിയിൽ അതുപോലെ മ്യൂസിക് ഇല്ലെന്ന് എന്തോ നമ്മൾ പറഞ്ഞല്ലോ. വേറെ ഏതെങ്കിലും കല എന്തെങ്കിലും? ഇല്ല, എല്ലാവരും പ്രൊഫഷണൽസാ. ഇപ്പൊ എന്റെ സിസ്റ്റർ എന്ന് പറയുന്നത് റേഡിയോളജിസ്റ്റ് ആണ്. എന്റെ ബ്രദർ എന്ന് പറയുന്നത് കോണ്ടന്റ് ക്രിയേറ്റർ. അതുപോലെ ആ മേഖലയില് ഒരു പുലിയാണ്. ഓക്കെ. അപ്പൊ ഈ രണ്ട് ഭാഗത്തേക്കാണ് പോയിട്ടുള്ളത്. അപ്പൊ മ്യൂസിക് അല്ലെങ്കിൽ കല എന്ന് പറയുന്നത് എന്റെ ബ്രദർ ഡിസൈൻ ചെയ്യും. എന്റെ ഷോയുടെ ഉയരയുടെ പോസ്റ്റേഴ്സ് ഒക്കെ എന്റെ ബ്രദറാണ് ഡിസൈൻ ചെയ്യുന്നത്. ആ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതങ്ങനെ അങ്ങനെ. ഇനി നമുക്ക് ശരത് സാറിന്റെ നെക്സ്റ്റ്. എൻ്റെ വൈഫ് സീത കണ്ണൂർ രാജൻ, മ്യൂസിക് ഡയറക്ടർ കണ്ണൂർ രാജൻ മാഷിന്റെ മകളാണ്. ഒരു മോളുണ്ട്, ദിയ ശരത്. അവള് കോളേജിലാണ്, ക്ലിനിക്കൽ സൈക്കോളജി പഠിക്കുന്നു. ഞങ്ങൾ ചെന്നൈയിലാണ്. സൈക്കോളജി ഒക്കെ ആയതുകൊണ്ട് പണി കിട്ടാറുണ്ടോ? ആർക്കും? എനിക്കോ? ഞാൻ കുഞ്ഞിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് വേണമല്ലോ. കള്ളത്തരൊക്കെ കൈയോടെ പിടിക്കും. അതിൽ അവള് ടോപ്പറുമാണ്. ഓക്കെ. മിടുക്കിയാണ്. അങ്ങനെ കുഞ്ഞിനെ കുറച്ച് പേടിയാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ മുമ്പിൽ പോയി നിൽക്കാറില്ല. ഓക്കെ, എന്നാലും അടുത്ത പാട്ടിലേക്ക് പോവാം. അടുത്തത് ചാലഞ്ച് റൗണ്ട് ആണ്. പാടാൻ വരുന്നത് അമ്മയെ കുട്ടിയാണ്. സോ ലെറ്റ്സ് വെൽക്കം അമ്മയ. അമ്മയ, എന്തോ ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. താങ്ക് യു. എങ്ങനെയുണ്ടായി ചാലഞ്ച് റൗണ്ട്? കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് ശ്രുതി ഇല്ലാതെ പാടിയപ്പോ ഒരു അതാണോ ഇഷ്ടമായത്, അതോ ഓർക്കസ്ട്ര ഉള്ളത് ഇഷ്ടമായത്? ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, ശ്രീനി സർ. എനിക്ക് വലിയ ഇഷ്ടമായി. താങ്ക് യു സർ. റിയലി ലൈക്ഡ് ഇറ്റ്. അതിന്റെ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ബട്ട് അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. സംടൈംസ് ഐ എം ലുക്കിംഗ് ഫോർ ബ്യൂട്ടി, നോട്ട് അറ്റ് പെർഫെക്ഷൻ. ബട്ട് പെർഫെക്റ്റ് ആയാൽ യു വിൽ ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ ഓൾവേസ്. അപ്പോൾ കീപ് സ്ട്രൈവിംഗ് ഫോർ പെർഫെക്ഷൻ, കീപ് പ്രാക്ടീസിങ്. കറക്റ്റായിട്ട് പാടാൻ നോക്കുക. ബ്രെത്ത് കൺട്രോൾ കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ലോങ് ഫ്രേസസ്, ഇറ്റ് ഈസ് നോട്ട് ഈസി അല്ലാത്ത ഒരു പാട്ടാണ്, ബട്ട് ഡിഫിക്കൽട്ടായിട്ട് ഒരു സോങ്. ആൻഡ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സോങ്. ലിറിക്സ് ആയാലും എനിക്ക് പോലും മനസ്സിലാവുന്ന ലിറിക്സാണ്. അപ്പോൾ അങ്ങനെ ഒരു പാട്ട്. ആൻഡ്
എന്തൊരു കോമ്പോസിഷനാണ് രവീന്ദ്ര മാസ്റ്ററിന്റെ. വാട്ട് എ കമ്പോസർ ഹീസ്. ഓഹ്, ആക്ച്വലി മലയാളത്തിൽ ആദ്യമായിട്ട് ശരത്തിനും പാടി ബട്ട് രവീന്ദ്ര മാസ്റ്റർ ഗേവ് മി എ സോങ് ഒരു ഇറങ്ങാത്ത പടത്തിൽ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട്. അന്ന് ഞാൻ അദ്ദേഹം കമ്പോസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരു ലിറിക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പാടും, അത്രേ ഉള്ളൂ. He'll just take the lyric. There will be not even ശ്രുതി റെഫറൻസ് പോലും കാണൂല. ആ പാട്ട് ഫുള്ളായിട്ട് റിയൽ ടൈമിൽ ആ പാട്ടങ്ങ് കഴിയും, അത്രേ ഉള്ളൂ. ഹീ ഈസ് ദാറ്റ് കൈൻഡ് ഓഫ് ഒരു ബീസ്റ്റ് എന്ന് പറയാം. അങ്ങനെ ഒരു കമ്പോസറാണ്, എന്തൊരു കമ്പോസറാണ്. ബട്ട് അമയ, യു ആർ സൂപ്പർബ് അമയ. താങ്ക് യു സർ. വെൻ യു സിംഗ് യു എൻജോയ് ഇറ്റ് സോ മച്ച്. ഈ പാട്ടിൽ ഞാൻ അതാ കണ്ടത്. ആൻഡ് സോ ഗ്രേറ്റ് ഗോയിങ്, ഓൾ ദ ബെസ്റ്റ്. കുറച്ചും കൂടി പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ, ചിത്ര ലെവൽ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ശ്രീനി സർ. ശരത് സർ. മോളെ എന്താ സർ? നല്ല ബ്യൂട്ടിഫുൾ പാട്ട് മോളെ, എന്തൊരു സുഖമാണ് അത് കേൾക്കാൻ, അസാധ്യം. അത് ഇപ്പം അണ്ണാച്ചി പറഞ്ഞ പോലെ രവീന്ദ്രൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അതൊരു ജന്മമാണ്. അതാ പറഞ്ഞിട്ടൊരു കാര്യം. ഞാൻ മാഷിൻ്റെ അടുത്ത് മാഷ് എന്തൊരു ഉഗ്രം പാട്ടാണ്. മാഷിൻ്റെ ഓരോ മെലഡിക്കും ആ മാഷിൻ്റെതായിട്ടൊരു ഐഡൻറ്റിറ്റി, അത് മാത്രമല്ല നല്ല സുഖമാണ് മാഷിൻ്റെ പാട്ട് കേൾക്കാൻ. സോറി, മറ്റേ ഒന്ന് പാടും, ഒരു കല്യാണി, ഹിസ് ഹൈനസ്, അണ്ണാച്ചിയുടെ പോർഷൻ. ഡെഫിനറ്റ് ഇത് കഴിഞ്ഞു ഉടനെ ഞാൻ അണ്ണാച്ചിക്ക് വേണ്ടി കല്യാണി പാടി തരുന്നതായിരിക്കും. Yeah. അപ്പം മക്കളെ, ഇത് ഒരു മനോഹരമായിട്ടുള്ള കോമ്പസിഷൻ നന്നായിട്ട് പാടി. മോൾ ഈ തുടക്കം ഇപ്പോഴും നമ്മളത് നോക്കിക്കോളാം. അതൊരു വലിയ ഭീകര തെറ്റൊന്നും അല്ല, എങ്കിലും തുടക്കം അങ്ങോട്ട് എന്താ പറയണ്ടത്, ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ അങ്ങ് കൂളായിട്ട് അങ്ങോട്ട് വരുമ്പോൾ അതിനൊരു സുഖമുണ്ട്. എന്തിന് അത് അല്ല, നമ്മൾ വിചാരിക്കും എന്തിന് പാടി എന്നതിൽ. അപ്പം എന്തിന് വേറൊരു സൂര്യോദയ തുടക്കം മക്കളൊന്ന് ശരിയാക്കണം. പിന്നെ നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ, ഒന്ന് പാടാമോ മക്കളെ? നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ, സന്ധ്യ സന്ധ്യ പൊന്നുഷ സന്ധ്യയല്ലേ. സന്ധ്യ ധ്യ എന്നുള്ളത് മക്കളെ അത് കുറേ കൂടെ ക്ലാരിറ്റി വേണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അടുത്ത ലൈൻ മധുവസന്തം ഒന്ന് പാടാമോ? എന്തിനു വേറൊരു മധുവസന്തം, വസന്തം വസന്തം. മധുവസന്തം. ഓക്കെ 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 മോളെ. മോളെ ആ ലാസ്റ്റ് വെറുതെ അല്ലേ ഇത് കണക്ട് ചെയ്യുന്ന പല്ലവിയിലേക്ക്, അതൊന്ന് പാടാമോ? വെറുതെ ഗുഡ് ഗുഡ്. അതുപോലെ തന്നെ മോളെ തുടക്കം, ഈ അനുപല്ലവി തുടക്കം മോക്കത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? തുടക്കം ഒരു ചളുക്കം ഉണ്ടായിരുന്നു. പിന്നെ രാഗലോല അതൊക്കെ ഒന്ന് ഒരു കൃത്യമാക്കാം. അത് എന്തിന് വേറൊരു സൂര്യോദയവും ആ ക്ലിക്കും ശ്രുതിയിൽ മാത്രം വന്നപ്പോൾ ഉള്ള പല്ലവി, അത് മോക്കത് അത് നോക്കിയാൽ മതി. ആ അതിനൊരു സുഖമുണ്ട് ആ ഒരു ഫ്രേസിങ്ങിന്. അപ്പോൾ അത് കുറച്ചും കൂടെ ചേർന്നിരിക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. ആ മോളത് ശ്രദ്ധിച്ചോളുക. പിന്നെ എൻ്റെ ആ മേളിൽ അത് കുഴപ്പമില്ല, അതൊന്ന് പാടാമോ? എന്തിനു വേറൊരു സൂര്യോദയം, ഒരു നോട്ട് മാത്രം ഒരു ക്ലാരിറ്റി ഇല്ല, മറ്റേതല്ല ഓക്കെ. ഇപ്പോൾ ഗുഡ് മോളെ, നല്ലൊരു പാട്ട് എടുത്തുകൊണ്ടൊന്ന് പാടിയതിൽ കുറേ സന്തോഷം കേട്ടോ. പിന്നെ ശ്രുതിയിലോട്ട് വരുന്നത് ന്യായമായിട്ട് തന്നെ വന്ന് കയറിയിട്ടുണ്ട്. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു മോള് ചരണം പാടുമ്പോൾ കുറച്ച് താഴേക്ക് ഇറങ്ങുന്ന കൊച്ച്. പിന്നെ മോള് ശരിയായി ആദ്യത്തെ ലൈൻ കഴിഞ്ഞിട്ട്. പിന്നെ ഓക്കെ ഗുഡ്. ഉഗ്രൻ സോങ് സെലക്ഷൻ മോളെ, താങ്ക് യു സർ. നന്നായിട്ട് പാടുകയും ചെയ്തു. ആകെ ഇപ്പം ശരത്തേട്ടൻ പറഞ്ഞതിൽ ഈ മലർവനിയിൽ വെറുതെ, ആ വെറുതെ എന്ന് പറഞ്ഞത് അത് ഒഴിച്ച് ബാക്കി എല്ലാം ശരത്തേട്ടൻ പറഞ്ഞു തന്നെയാണ് ഞാനും അടിവര ഇട്ടത്. പിന്നെ ഞാൻ പറയട്ടെ, അവളെ ഭയങ്കര രസമുള്ള വോയിസ് ആണ് കേട്ടോ അമ്മയ. നല്ല സുഖമാണ് കേട്ടിരിക്കാൻ. ഒന്ന് ചെറിയൊരു ട്രെയിനിങ്ങിന്റെ ആവശ്യമുള്ളൂ. ആ ട്രെയിനിങ് പ്രോപ്പറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി സിംഗറായിരിക്കും. പിന്നെ മഴയത്തും മുമ്പേലുള്ള എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചാണ്. ഇതിൽ വേറൊരു കമ്പോസറും കൂടിയുണ്ട്, രവീന്ദ്ര മാഷുണ്ട്, വേറൊരു കമ്പോസർ കൂടിയുണ്ട് ഇതിനകത്ത്. മനസ്സ് പോലെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഈ പടം തുടങ്ങുന്നത് ഈ ഒരു പാട്ട് വെച്ചിട്ടാണ്, മനസ്സ് പോലെ എന്ന് പറഞ്ഞൊരു പാട്ട് വെച്ച്. അത് കമ്പോസ് ചെയ്ത ആളുടെ പേര് ആർ ആനന്ദ് എന്നാണ്. ഞാൻ അദ്ദേഹത്തെ കുറേ തപ്പിയിട്ടുണ്ട്. എവിടെയാണ് ഈ മനുഷ്യൻ, നിങ്ങൾക്കറിയോ ആർ ആനന്ദിനെ? ആനന്ദ് ഒരുപാട് ജിംഗിൾസ് ഒക്കെ ചെയ്ത്, പഴയ ആനന്ദ്
ആനന്ദ് അങ്ങനെ ബോംബെയിലാണ്. ബോംബെയിലാണ് പുള്ളി, ഇപ്പോൾ ബോംബെയിലാണ്. ജിംഗിൾസ് ഒക്കെ ചെയ്ത് ഇപ്പോൾ സെമി റിട്ടയർഡ് ആണെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. ആ സമയത്ത് ഇറങ്ങിയ മലയാളം പാട്ടുകളിൽ നിന്ന് മാറി നിന്ന 2 പാട്ടുകളുണ്ട് മഴയത്തുമ്പയിൽ. ഒന്ന് ഈ മനസ്സ് പോലെ എന്ന് പറഞ്ഞൊരു പാട്ടും, പിന്നെ ഒന്ന് ലേഡീസ് കോളേജ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതിനകത്ത് മമ്മൂക്കയുടെ റാപ്പ് വരെ ഉണ്ട്. എനിക്കൊന്ന് മമ്മൂക്ക ആദ്യമായിട്ട് റാപ്പ് ചെയ്യുന്ന ഒരു പരിപാടി അതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ചിച്ച ചിച്ച എന്ന് പറഞ്ഞൊരു പാട്ട്, ആത്മാവിൻ പുസ്തകത്താളിൽ, എല്ലാം എവർഗ്രീൻ സോങ്സ്. ഇപ്പോഴും കേൾക്കുമ്പോൾ ഫ്രഷ്. മോള് ഈ പറഞ്ഞ പോലെ തന്നെ പല്ലവി ബിഗിനിങ്, അനുപല്ലവി സ്റ്റാർട്ട്, ചരണം സ്റ്റാർട്ട്, അത് മാത്രം ഒന്ന് ഒരു ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ വെരി എൻഡ്, ടെയിൽ എൻഡ് എല്ലാം പറഞ്ഞു, എല്ലാം പാടിപ്പിച്ചു. ആ ഇമോഷൻ ഭയങ്കരമായിട്ട് കണക്ട് ആയി മോളെ. നല്ല ശബ്ദം, ഇങ്ങനെ തന്നെ പോകും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ, ശരത് സർ. 8.5. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. അമ്മയാ, ഇത്രയും ആയതുകൊണ്ട് ഞാനൊരു 0.5 കൂട്ടിയിട്ട് 9 തരും. ഓക്കെ, 17.5 മാർക്സ്. അടിപൊളി. പച്ച റൗണ്ടിലും ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. ഫാമിലി റൗണ്ടിലെ ഇതുവരെ ഉള്ളതിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു അമ്മയുടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശരത് സർ. യെസ് സാർ. ചോദിച്ചത് പറഞ്ഞു, ശ്രീനി സാർ പാട്ട് പാടി തരാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ? അണ്ണാ മറന്നണ്ണ കാര്യം. രവീന്ദ്ര മാസ്റ്റർ അത് അല്ല അത് പാടിയേ പറ്റുള്ളൂ. അതെ, എനിക്ക് ഇയാൾ ആരാണെന്ന് അറിഞ്ഞുകൂടാത്ത സമയത്ത് ഇത് ഏത് ആരാ ഇങ്ങനെ പാടിയത്, അത് അസറ്റൊക്കെ പാടിയിട്ടുണ്ട് വേറെ പോർഷൻ, പക്ഷെ ഈ പോർഷനാണ് എനിക്ക് ആ പാട്ടിൽ ഏറ്റവും ഇഷ്ടം. സത്യം പറയാം, അടിപൊളി. ചെറിയ പോർഷനാണ്, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. രാജാവ് കുറെ പാടത്തിലണ്ണ, കുറച്ചാ പാടത്തില്ല. രാജാക്കന്മാരല്ല ഷാനിക്ക, കൈതപ്പുറല്ല. വാ മോളെ, വാ, പോവാം. നാളെ വരാല്ലേ? നാളെ പോട്ടെ ഞങ്ങള്. പോയിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം. രാജാവ് അല്ല, ആ രാജാവിന്റെ പോർഷൻ എന്നെ കൊണ്ട് പാടിച്ചല്ലോ രവീന്ദ്ര മാസ്റ്റർ. അത് തന്നെ വലിയ കാര്യം. അതുമല്ല, ആ മഹാനടന് വേണ്ടി പാടാനും പറ്റി, നെടുമുടി വേണുചേട്ടന് വേണ്ടി. എനിക്ക് വേണുചേട്ടൻ്റെ കൂടെയുള്ള ഒരു അനുഭവമുണ്ട്. അതായത് എൻ്റെ ഫസ്റ്റ് പടം പട്ടണത്തിൽ ഭൂതത്തിന്റെ സ്ക്രിപ്റ്റ് മമ്മൂക്കാക്ക് ജസ്റ്റ് ഒരു 1 ലൈൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ജോണി ചേട്ടനും ഞാനും ഒരു ടാക്സി പിടിച്ചിട്ട്, അദ്ദേഹം അന്നേരം അഭിനയിച്ചുകൊണ്ടിരുന്ന ഏതാ സിനിമ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ആ സിനിമയുടെ ലൊക്കേഷനിലേക്ക് പോവാണ്. അവിടെ ചെന്നോണ്ട് ഫസ്റ്റ് കാണുന്നത് വേണുചേട്ടനെ. അപ്പം ജോണിച്ചേട്ടൻ എന്നോട് വേണുചേട്ടൻ്റെ അടുത്ത് ചെന്നിരുന്നു. പുള്ളി സംഗീതത്തിന്റെ കാര്യമൊക്കെ ചോദിക്കും നിന്നോട്, എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഞാൻ വേണുചേട്ടന്റെ സൈഡിൽ ചെന്നിരുന്ന്, ജോണിച്ചേട്ടൻ അതുപോലെ തന്നെ, വേണുചേട്ടാ നമ്മുടെ പടത്തിന്റെ മ്യൂസിക് ഡയറക്ടറാ കേട്ടോ, അവന്റെ ഫസ്റ്റ് പടാണ്, ഒന്ന് അനുഗ്രഹിച്ചേക്ക് എന്ന് പറഞ്ഞങ്ങ് പോയി. ഞാൻ പേടിച്ചു വിറച്ചാണ് ഇരിക്കണേ. സംഗീതജ്ഞൻ അല്ലേ, സംഗീത അജ്ഞനെന്ന് ഞാനിങ്ങനെ ഇരിക്കുക. എന്താണ് പഠിച്ചത്? അപ്പൊ ഞാൻ വെസ്റ്റാണാ പഠിച്ചത്. ഇതിനൊരൊറ്റ ഇരിപ്പ്, ചോദിക്കാനൊന്നും ഇല്ല. പിന്നെ ഞാൻ വെസ്റ്റാണാ പഠിച്ചത് പറഞ്ഞ സിലബസ് ആണ്. ഓക്കെ, അപ്പോ ശ്രീനി സാറിന് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ അല്ലേ ശരത് സാർ? യെസ്, ഓക്കെ, നമ്മുടെ അണ്ണാച്ചിക്ക് വേണ്ടി. അതെ. ധനി സ പദനി മപദ ഗമ പദി ഗമ പദനി സരി ഗരി സരി ദപ മഗമ പദനി സ. മേഘരാഗങ്ങളെ തൊട്ടുണരുന്ന താമണ്ഡൂക മന്ത്രം ദൈവതം. അശ്വരവങ്ങൾ ആജ്ഞാചക്രത്തിലുണർത്തും സ്വരൂപം ദൈവതം. ധീരാ ധീരാ ഇത് എത്ര കേട്ടിട്ടുണ്ടെന്ന് അറിയാമോ? ഞാൻ ഇയാൾ പാടുന്ന 35 ഇയേഴ്സ് ബാക്ക് അയാളുടെ വീട്ടിൽ പോയിട്ട് അയാളുടെ പാട്ടുകൾ കേൾക്കും. അയാൾ ഹാർമോണിയത്തിൽ വായിച്ച് പാടും. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കുറച്ച് ഗസൽസ് പാടും.
അതൊരു സമയമായിരുന്നു, ഒരു സമയമായിരുന്നു, പ്യുവർ ആയിരുന്നു, Beautiful. വളരെ ഒരു പ്യുവർ time. ആയിരുന്നു ഞങ്ങള്. അടിപൊളി, സൂപ്പർ, താങ്ക് യു സർ, താങ്ക് യു സോ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു സന്തോഷത്തിൽ നമുക്ക് അടുത്ത സോങ്ങിലേക്ക് പോവാം. Yes. ഓക്കെ, ഒരു ഫോക്ക് സോങ്ങോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായും. ഓക്കെ, റെഡി? Ready. അപ്പൊ പാടാൻ വരുന്നു നമ്മളുടെ അഭിക്കുട്ടൻ. സോ ലെറ്റ്സ് വെൽക്കം അഭിനവ്. ആലത്തൂരങ്ങാടിയില് ഞാൻ പോയി വരുമ്പോ ആകാശം തൊട്ടുതലോടണ ഒരാൽമരം കണ്ടേ ഞാൻ. അരിപ്പഴം പൂത്തു നിറഞ്ഞത് കണ്ണാലെ കണ്ടേ ഞാൻ. ആലത്തൂരങ്ങാടിയില് ഞാൻ പോയി വരുമ്പോ ആകാശം തൊട്ടുതലോടണ ഒരാൽമരം കണ്ടേ ഞാൻ. അരിപ്പഴം പൂത്തു നിറഞ്ഞത് കണ്ണാലെ കണ്ടേ ഞാൻ. ആലിന്റെ കൊമ്പത്ത് കണ്ടൊരു മൗമ ചക്ക, തുണകല്ല ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടെന്നേ. തുണകല്ല ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടെന്നേ. ആലിന്റെ കൊമ്പത്ത് കണ്ടൊരു മൗമ ചക്ക, നുണകല്ല ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടെന്നേ. നുണകല്ല ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടെന്നേ. ആലത്തൂരങ്ങാടിയില് ഞാൻ പോയി വരുമ്പോ ആകാശം തൊട്ടുതലോടണ ഒരാൽമരം കണ്ടേ ഞാൻ. ആലിപ്പഴം പൂത്തു നിറഞ്ഞത് കണ്ണാലെ കണ്ടേ ഞാൻ. കല്ല് വെച്ചു നുണ പറയണ കള്ളനല്ലേ, ആറാട്ടുപൂരം കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ കുടിയാന കുത്തിയിട്ടഞ്ചാറാള് മരിച്ചെന്നേ. ആനയെ തിളയ്ക്കാനാവാതാകെ വലഞ്ഞെന്നേ. ആറാട്ടുപൂരം കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ കുടിയാന കുത്തിയിട്ടഞ്ചാറാള് മരിച്ചെന്നേ. ആനയെ തിളയ്ക്കാനാവാതാകെ വലഞ്ഞെന്നേ. ആലത്തൂരങ്ങാടിയില് ഞാൻ പോയി വരുമ്പോ ആകാശം തൊട്ടുതലോടണ ഒരാൽമരം കണ്ടേ ഞാൻ. ആലിപ്പഴം പൂത്തു നിറഞ്ഞത് കണ്ണാലെ കണ്ടേ ഞാൻ. ആറാനക്കൂട്ടം കൂടി കുളിക്കാൻ ഇറങ്ങിയേ, മുട്ടോളം വെള്ളത്തില് മുങ്ങി മരിച്ചെന്നേ. നുണയല്ല ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടെന്നേ. ആറാനക്കൂട്ടം കൂടി കുളിക്കാൻ ഇറങ്ങിയേ, മുട്ടോളം വെള്ളത്തില് മുങ്ങി മരിച്ചെന്നേ. നുണയല്ല ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടെന്നേ. ആലത്തൂരങ്ങാടിയില് ഞാൻ പോയി വരുമ്പോ ആകാശം തൊട്ടുതലോടണ ഒരാൽമരം കണ്ടേ ഞാൻ. ആലിപ്പഴം പൂത്തു നിറഞ്ഞത് കണ്ണാലെ കണ്ടേ ഞാൻ. മാനത്തിടി വെട്ടി ഭൂമിയിൽ മഴ പെയ്തു താനെ മുളച്ചൊരു ചെന്തീര. കണ്ടന തണ്ടെത്തി പിടിക്കി തണ്ടെത്തിയെ നീ കൂടെ പോരുന്നു ചീരന്നുള്ള. മാനത്തിടി വെട്ടി ഭൂമിയിൽ മഴ പെയ്തു താനെ മുളച്ചൊരു ചെഞ്ചീര. കണ്ടന തണ്ടെത്തി പിടിക്കി തണ്ടെത്തിയെ നീ കൂടെ പോരുന്നു ചീരന്നുള്ള. നിന്നൊരു ചീര നടന്നൊരു ചീര, വട്ടിലൊരു വണ്ടി ചീരന്നുള്ളി. പാക്കനാരി കെട്ടിയ കൊച്ചുമുറത്തില് കൊണ്ടു ചൊരിയുന്നു ചെഞ്ചീര. നിന്നൊരു ചീര നടന്നൊരു ചീര, വട്ടിലൊരു വണ്ടി ചീരന്നുള്ളി. പാക്കനാരി കെട്ടിയ കൊച്ചുമുറത്തില് കൊണ്ടു ചൊരിയുന്നു ചെഞ്ചീര. ഈ നാട്ടി കൊല്ലന്റെ കുഞ്ഞരി വാളുമേ കുനികുനരിയുന്നു ചെഞ്ചീര. ഈ നാട്ടി കുട്ടന്റെ കുഞ്ഞിക്കലത്തില് വേവണ് മറിയണ ചെഞ്ചീര. ഈ നാട്ടി കൊല്ലന്റെ കുഞ്ഞരി വാളുമേ കുനികുനരിയുന്നു ചെഞ്ചീര. ഈ നാട്ടി കുട്ടന്റെ കുഞ്ഞിക്കലത്തില് വേവണ് മറിയണ ചെഞ്ചീര. ചീര പറിച്ചോണ്ട് നിക്കണ നേരത്ത് കയ്യുന്ന കത്തില് മുള്ളുകറി. ഇത്ര നല്ലൊരു ആങ്ങളമാരുടെ കയ്യുന്ന കത്തിന്റെ മുള്ളെടുക്കാൻ. ചീര പറിച്ചോണ്ട് നിക്കണ നേരത്ത് കയ്യുന്ന കത്തില് മുള്ളുകറി. ഇത്ര നല്ലൊരു ആങ്ങളമാരുടെ കയ്യുന്ന കത്തിന്റെ മുള്ളെടുക്കാൻ. കിട്ടണ നെല്ലിന്റെ ചോറും പുറത്ത് കറി മറിയണ ചീരക്കറി. ചീരയും കൊള്ളാം കറിയും കൊള്ളാം, ചീരക്കറി വെച്ച പെണ്ണും കൊള്ളാം. കിട്ടണ നെല്ലിന്റെ ചോറും പുറത്ത് കറി മറിയണ
ചെയ്യണ ചീരക്കറി ചീരയും കൊള്ളാം കറിയും കൊള്ളാം ചീരക്കറി വെച്ച പെണ്ണും കൊള്ളാം മാനത്തിടി വെട്ടി ഭൂമിയിൽ മഴ പെയ്തു താനെ മുളച്ചൊരു ചെഞ്ചീര കണ്ടന കണ്ടെത്തി മിടിക്ക് തന്നെത്തിയെ നീ കൂടെ പോരുന്നോ ചീരനുള്ള അബി എന്താ തോന്നിയത് നിനക്ക്? കുഴപ്പമില്ലാതെ പാടി. എന്താ കുഴപ്പമുണ്ടായത്? എന്താ കോറസ് എന്താ പറ്റിയ അവിടെ? എന്താ സംഭവിച്ചു ശരിക്കും? അബി ആദ്യം ഒന്ന് ക്ലാരിഫൈ ചെയ്തേ. അത് ആലത്തൂർ അങ്ങാടി കഴിഞ്ഞിട്ട് അനുപല്ലവി അടുത്ത് തുടങ്ങാൻ വേണ്ടി അനുപല്ലവിയിലെ ബീജത്തിൽ ഇത് പാടുന്നുണ്ട്. കല്ല് വെച്ച നുണ പറയണ കള്ളനല്ലേ, അത് രണ്ടോട്ടം പാടുന്നുണ്ട്. അത് നീ തന്നെ പാടി? അതവര് പാടിയില്ല, രണ്ടോട്ടം അതവര് പാടിയില്ല. അപ്പോ അത് കഴിഞ്ഞ ഉടനെ പെട്ടെന്നാണ് ആറാട്ടുപൂരം കഴിഞ്ഞു അത് തുടങ്ങുന്നത് പെട്ടെന്ന്. എന്താ പാടാഞ്ഞേ? അത് ആരായിരുന്നു പാടേണ്ടിരുന്നേ? അല്ല എല്ലാരും ഒന്നിച്ചാണോ? ഫീമെയിൽ. എന്താ പാടാഞ്ഞേ അനുഷ്ക? തലവേനെടുത്തിരിക്കുന്നു. അല്ല മറ്റുള്ള കുഞ്ഞുങ്ങൾ പാടാത്ത എന്തായിരുന്നു? ഒരാൾക്ക് തലവേദന. ധ്രുവയും അമ്മയും എന്താ പാടാഞ്ഞേ? പലതവണ നമ്മളെ തെറ്റിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് അവന് ഭയങ്കര അവന്റെ ഒരു കോൺഫിഡൻസിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ നിങ്ങളെല്ലാരും സ്റ്റക്കായിട്ട് നിൽക്കല്ലേ. ഇതിപ്പോ എത്ര തവണയായി നമ്മള് കോറസിന്റെ ടീം മൊത്തം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് വരുന്നേ. എന്താണ് പറ്റിയത്? അമ്മയ്യ പറയൂ. അത് അവിടെ ആയിരുന്നോന്ന് ഓർത്തില്ല. അത് ഞാൻ അവിടെ ബീറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു, മ്യൂസിക്. ശരി. മോളോ ഇപ്പഴത്തെ ധ്രുവയോ? അങ്ങനെ തന്നെ വിചാരിച്ചേ. അവിടെ വിചാരിച്ചു ബീറ്റ് ഉണ്ടാവുന്നു, അവിടെ മ്യൂസിക് ആയിരിക്കും എന്ന് വിചാരിച്ചു. ഇല്ല മോളെ, അത് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വന്ന് പാടണം. കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ പെർഫോം ചെയ്യുമ്പോൾ ഒരു 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 ഇതിന്റെ ഹേ ആയിരിക്കും കോറസ് ഉള്ളത്. അത് നിങ്ങൾ പാടിയില്ല, അവന്റെ കംപ്ലീറ്റ് പവറും പോവും, ആ കോൺഫിഡൻസ് പോവും. അങ്ങനെ ശ്മശാന മുഖത വരുമ്പം ആ പാട്ടുകാരൻ്റെ കോൺഫിഡൻസ് പോവും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ല, എന്താണ് പറ്റിയത്? ഞാന് ഇവർക്ക് അത് പറഞ്ഞു കൊടുക്കായിരുന്നു, മറ്റേ ദിന ദിന ഹേ ഹേ. അത് ഞാൻ ശരിക്കും പാടണ്ടേ, ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാനത് കൂടെ പാടി. ഒരു പാടിയിട്ടുണ്ടായിരുന്നില്ല അത്. ഇവന്റെ ഇതിനും കൂടിയായിട്ട് ഞാൻ പാടിയതാ. ശരിക്കും ഫീമെയിലാണ് അത് ഫുള്ളും. ആണിന്റെ സൗണ്ട് ഒരു കുറച്ചുപോലും ഇല്ല ഇതില്. പ്രാക്ടീസ് ചെയ്തിട്ടില്ല, അതാണ്. അപ്പോൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഉഴപ്പി ആ സമയത്ത്. അതങ്ങനെ ചെയ്യരുത് കേട്ടോ. അതെപ്പോഴും നിങ്ങളുടെ ഒരു കൂട്ടുകാരനല്ല ഇവിടെ നിന്ന് പാടുന്നത്, അത് നന്നായിട്ട് പാടണ്ടേ. അപ്പോൾ നിങ്ങളൊരു സപ്പോർട്ട്, നിങ്ങൾ കൃത്യമായിട്ട് പാടിയാൽ മതി. അവൻ പാടേണ്ട പോർഷൻ കാര്യമാണ് പാടാനല്ലല്ലോ പറയുന്നത്. നിങ്ങൾ പാടുമ്പോൾ അവനൊരു ഗും കാണും കേട്ടോ. ഇനി അത് നമ്മൾ ക്ഷമിക്കത്തില്ല അങ്ങനെ ഒരു തെറ്റിന്. അതിനെന്തെങ്കിലും ഒരു ശിക്ഷ ഞങ്ങൾ തീരുമാനിച്ച് പറയുന്നതായിരിക്കും. അത് ചെയ്യരുത് മോനെ. നിങ്ങളെല്ലാം കുഞ്ഞുങ്ങളെല്ലാവരും പറയാം, അത് ആ രീതിയിൽ എടുത്താൽ മതി നിങ്ങൾ. ആക്ച്വലി കോറസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും സീരിയസ് ആയിട്ട് എടുക്കണം. നിങ്ങൾ മേ ബി യു ആർ ഗിവിങ് ഇറ്റ് റെസ്പെക്ട്, യു ഡിഡ് നോട്ട് പ്രാക്ടീസ്, ദാറ്റ്സ് ഓക്കെ, ബട്ട് യു മസ്റ്റ്. കോറസ് ഇസ് സോ ഇമ്പോർട്ടൻ്റ് ഇൻ എ സോങ്. അപ്പോൾ എന്തായാലും നമുക്ക് കമന്റ്സ് ചോദിക്കാം. ഓക്കെ ശരത് സർ, നല്ല രസമുള്ള ഒരു ഗുമ്മുള്ള പാട്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. താങ്ക് യു സാർ. സംഗതികൾക്ക് അത്ര ഒരു ബലം പിടിച്ച് പാടണ്ട, അതിനൊരു ഫോക്ക് ഫീലാണ് വേണ്ടത് കേട്ടോ. നമ്മുടെ മറ്റുള്ള പാട്ടുകൾ പാടുന്നോണം അത്ര അല്ല, അതിന് വേറൊരു ഇതാരാ പാടിയേക്കുന്നത്? കലാമണി സാർ. അത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം പാടിയേക്കുന്നത്. അപ്പോൾ അതാ വേണ്ട, അല്ലാതെ ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സീരിയസ് ആയിട്ട് അങ്ങനെ വേണ്ട. അതിനൊരു ഒഴുക്ക്, അതിനൊരു കുറച്ചും കൂടെ മണ്ണിൻ്റെ മണം വരണം ആ സംഗതികൾക്ക്. മസിൽ പിടുത്തം അല്ല വേണ്ടത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി ഇത് എത്ര ലെങ്ത്, ഈ ലിറിക്കൊക്കെ മോനെ നീ എങ്ങനെ കാണാപ്പാടം പഠിച്ചു? ഞങ്ങൾക്ക് ഇത് നോക്കിയിട്ട് തന്നെ നമുക്ക് തലയിട്ടില്ല. ഞാൻ വീണ് പാതിരി, ഞാൻ പിടിച്ച് എണീപ്പിച്ചിരിക്കുക സമ്മതിച്ചു. അപ്പം മക്കളെ, ഞാൻ കോറസിന് ഞാൻ നിൻ്റെ അടുത്ത് സോറി പറയുന്നു. ഞാൻ ക്ഷമ ചോദിക്കുന്നു അവർക്ക് വേണ്ടി ഒരു തവണ കേട്ടോ. നീ ക്ഷമിച്ചേക്ക്. ഓൾ ദി ബെസ്റ്റ് മോനെ. പിന്നെയും പാടിയപ്പോൾ ആ ബ്രെത്ത് കൺട്രോളിൻ്റെ കാര്യം ചോദിച്ചല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഇതായിരുന്നു പാടിയിരുന്നെങ്കിലും എനിക്ക് പിന്നെ സംശയമേ ഇല്ല. എന്തൊരു ബ്രെത്ത് കൺട്രോളാണത്, ഈസി ആയിട്ടാണ് പാടുന്നത്. അത്രയും ലോങ് ഫ്രേസസ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഭയങ്കര ചുമ്മാ. ചിലപ്പോൾ ഈ ട്രാക്ക് സിംഗേഴ്സ് പാടുമല്ലോ, നമ്മളൊക്കെ ട്രാക്ക് സിംഗേഴ്സ് ആയിരുന്നു. പക്ഷെ ട്രാക്ക് സിംഗിങ് പാടുമ്പോഴും അതിൻ്റെ ഫീൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ വിൽ ട്രൈ. സോ ഇങ്ങനത്തെ പാട്ടുകൾക്ക് കുറച്ചുകൂടെ പവർ വേണം, കുറച്ചുകൂടെ ചെസ്റ്റ് വോയിസ് വരണം. ഓക്കെ, അത് എങ്ങനെയാണ് പവർ കൊണ്ടുവരേണ്ടതെന്ന്
എന്നുള്ള കാര്യം നിങ്ങൾ ഗ്രൂമേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. അതർവൈസ് യു ആർ എ വെരി ഗുഡ് സിംഗർ. താങ്ക് യു സർ. ഫാന്റാസ്റ്റിക്. താങ്ക് യു ശ്രീനി സർ. ഷാനിക്ക നന്നായിട്ട് പാടിയാടാ. താങ്ക് യു സർ. അതായത് നീ എങ്ങനെയാണോ എല്ലാ പാട്ടുകളും പാടുന്നത് അതുപോലെ ഇതും പാടിയിട്ടുണ്ട്. അങ്ങനെയാണ് പറയേണ്ടത്. ഇപ്പൊ ഹരിയോട് ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ വലിച്ചു കീറിയാണ്, നിങ്ങളെ തിന്നേനെ. കോറസിന്റെ കാര്യം നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ ഈ പ്രാക്ടീസ് ഇല്ലായ്മയാണ് അവിടെ കണ്ടത്. പക്ഷെ അഭിനവ് അത് മാനേജ് ചെയ്തു കേട്ടോ. അതിന് വലിയൊരു കയ്യാണ്. താങ്ക് യു സർ. അവിടെ അഭിനവ് പതറിയിട്ടില്ല. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു സംഭവം പെട്ടെന്ന് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ശരിക്കും ആക്ച്വലി ഭയങ്കര ഇതായി പോകും. പക്ഷെ അഭിനവ് അത് ആ കല്ല് വെച്ചെന്നോണ അഭിനവ് തന്നെ പാടിയിട്ട് തിരിച്ച് പാട്ടിലേക്ക് കയറി. അപ്പൊ അതിന് അഭിനവ് അടിപതറാതെ നിന്ന് പാടിയതിന് ഒരു വലിയൊരു കയ്യടി. പിന്നെ നമ്മളോട് ചില സിംഗേഴ്സ് വിളിച്ചിട്ട് പറയും, പുതിയ സിംഗേഴ്സ് വിളിച്ചിട്ട് പറയും കോറസ് പാടാനെങ്കിലും വിളിക്കുന്നു. പക്ഷെ കോറസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പിന്നെ കാരണം ഒന്നിൽ കോറസ് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മൾ ബാക്കിംഗ് വോക്കൽസ് എന്ന് പറയും. ഈ ബാക്കിംഗ് വോക്കൽസ് എന്ന് പറയുന്നത് ലീഡ് സിംഗറെ ബാക്ക് ചെയ്യുന്ന വോക്കൽസ് ആണ്. അപ്പം ലീഡ് സിംഗറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ബാക്കിംഗ് വോക്കൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല, ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു കാര്യമാണ് ഈ ബാക്കിംഗ് വോക്കൽസ്, എസ്പെഷ്യലി ലൈവ്. കാരണം ഞാൻ ഷോ ചെയ്യുന്ന സമയത്ത് ഞാൻ കോറസ് സിംഗേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ 2 ദിവസം വെച്ചു. കാരണം ഈ പറയുന്ന പോലെ ലീഡ് സിംഗർ പാടുന്നതിന്റെ ഇടയിൽ ഈ കോറസ് ഒന്ന് ജോയിൻ ചെയ്യാൻ എങ്ങാനും മറന്നു പോയാൽ ലീഡ് സിംഗർ ഭയങ്കര ഇതായിപ്പോവും. അയാളുടെ മനസ്സിന്റെ ഇക്വേഷൻ ആ താളങ്ങ് തെറ്റും. കാരണം എക്സ്പെക്ട് ചെയ്യുന്ന സാധനം വരുന്നില്ലല്ലോ. അപ്പം അത് മാത്രം എല്ലാവരും ശ്രദ്ധിക്കാം. അത് ടോട്ടലായിട്ട് പറഞ്ഞു എന്നാണ്. ബാക്കി മോന് ഈ പാട്ടിന് വേണ്ട ഒരു സ്വിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞാൽ ആ ബലം പിടുത്തം ഉണ്ട് പ്ലാൻസിൽ. കാരണം മണിച്ചേട്ടൻ ഇത് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ടാണ് പാടുന്നത്. നീ എൻജോയ് ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷെ നിന്റെ ഒരു രീതിയിലാണ് ഇത് പാടിയത്. അഭിനവ് എന്താണോ അങ്ങനെ എന്തായാലും നന്നായിട്ട് പാടിയടാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇപ്പം പാടില്ല, ഇനിയിപ്പോൾ സങ്കടപ്പെടണ്ട, അത് കഴിഞ്ഞു കേട്ടോ. അതെ സാറില്ല, ഇനി അടുത്ത തവണ ഇത് റിപ്പീറ്റ് ചെയ്യരുതേ. ഓക്കെ, ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ഷാനിക്ക 8. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ 8 മാർക്ക്. താങ്ക് യു സർ. ശരി സർ. ഓക്കെ, സോ ടോട്ടൽ 16 മാർക്സ്. ഓക്കെ അബി, ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ അബിയുടെ ഈ ഒരു സോങ്ങോട് കൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്യാണ്. പോട്ടെ, പോയി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങ് കേട്ടോ. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.